നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. PSC അംഗത്വ കച്ചവടം. ഇടതുമുന്നണി ഘടകകക്ഷികളും കച്ചവടം തുടരുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC ഭരണസമിതിയിലേക്ക് കയറിപ്പറ്റാൻ വൻ തുകയുമായി രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളുടെ പിറകെ നടക്കുന്ന വില്ലന്മാരുടെ കഥകൾ നാട്ടിൽ പാട്ടായിരിക്കുന്നു. PSC അംഗത്വം വാങ്ങിക്കൊടുക്കാൻ കോഴിക്കോട് ഒരു CPM നേതാവ് 60 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച് 22 ലക്ഷം രൂപ അഡ്വാൻസായി കൈപ്പറ്റിയത് നിയമസഭയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. നിയമസഭയിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി എന്നത് PSCയെ അപകീർത്തിപ്പെടുത്താൻ ചിലർ നടത്തുന്ന ശ്രമങ്ങൾ എന്നത് മാത്രമായിരുന്നു. ഇതൊന്നുമല്ല വാസ്തവം എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അറിയാനിട്ടൊന്നുമല്ല. ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന CPM മാത്രമല്ല, ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് കൂടി PSC അംഗത്വം വീതിച്ച് നൽകുന്നുണ്ട്. വീതം കിട്ടുന്ന എല്ലാ പാർട്ടിക്കാരും 50 ലക്ഷം എന്ന ഏകദേശ കണക്കിൽ ലേലം വിളിച്ച് കച്ചവടം ഉറപ്പിക്കുന്ന ഏർപ്പാട് ഇവിടെ സ്ഥിരമായി നടന്നു വരികയാണ്. CPMലെയും മറ്റ് ഘടകകക്ഷികളിലെയും നേതാക്കന്മാർ വമ്പൻ തട്ടിപ്പിന് അവസരം ഒരുക്കുന്നത് ഈ പറയുന്ന PSC അംഗത്വ കച്ചവടത്തിലൂടെയാണ്. CPMലെ കോഴിക്കോടുള്ള നേതാവ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് വഴി കാര്യങ്ങൾ ശരിയാക്കാം എന്ന് ഉറപ്പു നൽകിയാണ് PSC അംഗത്വത്തിനായി 60 ലക്ഷം രൂപ ഡോക്ടർ ദമ്പതികളോട് കരാർ ഉറപ്പിച്ചത്. മന്ത്രിയുടെ അയൽക്കാരനാണ് ഈ കോഴപ്പണം കൈപ്പറ്റുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയത്. ഇവിടെ പുറത്തു വരുന്ന മറ്റൊരു സത്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും കോഴപ്പണത്തിന്റെയും മാസപ്പടിയുടെയും കുടുക്കിൽ കിടക്കുകയാണ്. മകൾ നടത്തിയ മാസപ്പടി ഏർപ്പാടിൽ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ സത്യത്തിൽ എന്താണ് യാഥാർത്ഥ്യമെന്നോ ഇതുവരെ മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ മറ്റു നേതാക്കളും ഇതേ പാതയിൽ നടന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമേ ഇല്ല. ആശാന് 1 പിഴച്ചാൽ ശിഷ്യന്മാർക്ക് 9 പിഴയ്ക്കും എന്ന പഴഞ്ചൊല്ല് ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. കുറച്ചുനാൾ മുമ്പ് കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന മറ്റൊരു PSC അംഗ കച്ചവടം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. സർക്കാരിലെ ഒരു ഘടകകക്ഷിയായ NCPക്ക് ലഭിച്ച PSC അംഗത്വം തിരുവനന്തപുരം സ്വദേശിക്ക് ഒപ്പിച്ചു കൊടുത്തപ്പോൾ പാർട്ടി നേതാവ് കൈപ്പറ്റിയ തുക 50 ലക്ഷം രൂപയായിരുന്നു. ഈ ഏർപ്പാടിലെ മറ്റൊരു രസകരമായ കഥയുണ്ട്. PSC അംഗത്വം ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് മറ്റൊരു NCP നേതാവ് ഒരാളിൽ നിന്നും 25 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി. ഈ നേതാവിനേക്കാൾ വലിയ നേതാവായ തിരുവനന്തപുരം സ്വദേശിക്ക് അംഗത്വം വാങ്ങിക്കൊടുത്തു. ഇതോടുകൂടി 25 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയ നേതാവ് അവതാളത്തിലായി. ഒടുവിൽ 25 ലക്ഷം രൂപ തവണകളായി തിരിച്ചു നൽകി. ഇവിടം കൊണ്ടും കഥ അവസാനിക്കുന്നില്ല. ഇടതുപക്ഷ മുന്നണിയിലെ PSC അംഗത്വം ലഭിച്ച മറ്റു ചെറു പാർട്ടികളുടെ നേതാക്കളും കച്ചവടം തന്നെ നടത്തി. കേരള കോൺഗ്രസ് മാണിക്കാരും ഈ ലേലം വിളി നടത്തി കച്ചവടം ഉറപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അംഗത്വം ലഭിച്ച മറ്റു പാർട്ടിക്കാരും ഇതുതന്നെയാണ് നടത്തിയത്. ഏതായാലും പാർട്ടിക്കാരുടെ PSC അംഗത്വ കച്ചവടത്തിൽ നിന്നും പുറത്തുവരുന്ന മറ്റൊരു കാര്യം ലേലത്തുകയിലെ ഏകദേശ തുല്യതയാണ്. എല്ലാ പാർട്ടിക്കാരും PSC അംഗത്വത്തിനുള്ള കോഴത്തുക 50 ലക്ഷമായി ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് അംഗത്വത്തിനുള്ള ന്യായവില എന്ന് പറയുന്നത് 50 ലക്ഷമായി നിശ്ചയിച്ചിരിക്കുന്നു. ഭാവിയിൽ ഈ ലേലം വിളിയിൽ 50 ലക്ഷത്തെ മറികടന്ന് വാഗ്ദാനം ചെയ്താൽ അതും നടക്കുവാനാണ് സാധ്യത. ഏത് കച്ചവടത്തിലും വലിയ തുകയ്ക്കാണല്ലോ പ്രാധാന്യം. ഇപ്പോൾ PSC അംഗത്വ കോഴ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുമ്പോൾ ജനം അറിയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തിനാണ് ഇത്രയും വലിയ തുക കോഴയായി നൽകി ഈ പദവി വാങ്ങുവാൻ കള്ളക്കാശുള്ള ആൾക്കാർ ഓടി നടക്കുന്നത്? ഇത് പരിശോധിക്കുമ്പോഴാണ് ഇവിടെ നടക്കുന്ന തട്ടിപ്പുകളുടെ മറ്റൊരു കഥ കൂടി പുറത്തു വരിക. ഒരു PSC അംഗത്തിന്റെ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് 4 ലക്ഷത്തോളം രൂപയാണ്. നേരത്തെ ഇത് 2.25 ലക്ഷം രൂപയായിരുന്നു. PSCയുടെ അഭ്യർത്ഥന പ്രകാരം സർക്കാർ ശമ്പള വർധന നടപ്പിലാക്കിയപ്പോഴാണ് 4 ലക്ഷത്തോളം രൂപയായി ഉയർന്നത്. ഒരു അംഗത്തിന്റെ പ്രവർത്തന കാലാവധി 6 വർഷമാണ് എന്ന് പറഞ്ഞാൽ 72 മാസക്കാലം. ഈ കാലാവധിക്കുള്ളിൽ 3 കോടിയോളം രൂപ ശമ്പളമായി ലഭിക്കും. ഇതുകൊണ്ടും തീരുന്നില്ല. 6 വർഷക്കാലത്തെ സേവനത്തിന് ശേഷം പിരിയുന്ന PSC അംഗത്തിന് മരണം വരെ പെൻഷനും ലഭിക്കും. ഈ പെൻഷൻ തുക പോലും 2 ലക്ഷത്തോളം രൂപയാണ്. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ചക്കരക്കുടമാണ് PSC അംഗത്വം. ആ കുടത്തിൽ കൈയിടാൻ കാശുള്ളവൻ കോഴ നൽകി ശ്രമം നടത്തിയാൽ അതിനെ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ. സംസ്ഥാനത്തുള്ള വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് PSC നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷം ശരാശരി 5000-ൽ താഴെ നിയമനം നടത്താനുള്ള ഒരു സംവിധാനത്തിനാണ് പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും കോടിക്കണക്കിന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ CPM എന്ന പാർട്ടി യഥാർത്ഥത്തിൽ കമ്മീഷൻ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം.
PSC കോഴ മാത്രമല്ല, എത്രയോ സാമ്പത്തിക തട്ടിപ്പുകളുടെ കഥകളാണ് CPM-ന്റെ നേതാക്കളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ തുടങ്ങി നേതാക്കൾ വരെ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിന്റെ കഥകൾക്ക് അവസാനമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നാണ് മനസ്സിൽ തെളിയുന്നത്. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സമ്പന്നതയുടെയും ആഡംബര ജീവിതത്തിന്റെയും വലയിൽ വീണിരിക്കുന്നു എന്നതാണ് വാസ്തവം. അഴിമതി മാത്രമല്ല, അക്രമവും സ്ത്രീ പീഡനവും കൊള്ളയും ഒക്കെ വാർത്തകളായി പുറത്തു വരുമ്പോൾ ഇതിലെല്ലാം പ്രതികളായി മുന്നിൽ വരുന്നത് CPM-ന്റെ നേതാക്കളും അനുയായികളും ആണ് എന്ന കാര്യം തള്ളിക്കളയേണ്ടതില്ല. നന്ദി, നമസ്കാരം.